ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിൽ ആഹ്ലാദ പ്രകടനം നടത്താൻ ഒരു വിഭാഗം CITU അനുകൂല ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇന്ന് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. രാവിലെ 10 മണിക്കാണ് പരിപാടി. രാപ്പകൽ സമരം നടത്തുന്ന സമരക്കാർ നാളെ പുതിയ സമരരീതി പ്രഖ്യാപിക്കും. വീടുകൾ കയറി ക്യാമ്പയിൻ നടത്താനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നീക്കം. ഉപാധികളോടെ പ്രവർത്തിക്കാനാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. ഫാക്ടറിക്ക് മുന്നിൽ വീണ്ടും സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. റെയിൽവേ കരാർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കെ ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യത്തിൽ കുടുങ്ങി മരിച്ച ജോയിയുടെ മാതാവിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ഗൃഹപ്രവേശം ഇന്ന്. ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലത്ത് നഗരസഭയാണ് വീടൊരുക്കിയത്. ജില്ലാ പഞ്ചായത്താണ് വീട് നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയത്. കോർപ്പറേഷൻ അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മാണം. ജോയ് താമസിച്ചിരുന്ന വീടിന് സമീപം പുതിയൊരു വീട് നിർമ്മിക്കാം എന്നതായിരുന്നു ആദ്യത്തെ ആലോചന. ഈ സ്ഥലം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയതോടെ മാരായമുട്ടം അണമുഖം വാർഡിലെ കുണത്തുവിള വിളാകത്തിൽ സ്ഥലം വാങ്ങിയാണ് പുതിയ വീട് നിർമ്മിച്ചത്.